സിരിജി പാകിസ്ഥാൻ വിശ്വാസവഞ്ചന കാണിച്ചു. വെടിനിർത്തൽ കരാർ ഒപ്പുവെച്ച പാകിസ്ഥാൻ അത് ലംഘിച്ചുകൊണ്ട് മുന്നോട്ട് വന്നിരിക്കുന്നു. ഇന്ത്യ ഇതിന് തക്കതായ മറുപടി നൽകും. അതായത് നിങ്ങൾ ഇത് ലംഘിച്ചാൽ ആവശ്യമെങ്കിൽ ഞങ്ങളും ലംഘിക്കും. ഇതിനെ വിശ്വാസവഞ്ചനയ്ക്ക് മറുപടി നൽകാൻ ഇന്ത്യ തീരുമാനിച്ചാൽ പാകിസ്ഥാൻ ഉണ്ടാകുമോ? ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കര, വ്യോമ, നാവിക സേനകൾ സംയുക്തമായി തന്നെ പറഞ്ഞു ഞങ്ങൾ വെടിനിർത്തലിനോട് യോജിക്കുന്നു. പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ ഔദ്യോഗികമായിട്ട് ഒരു വെടിനിർത്തൽ കരാർ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമണം ഉണ്ടാകേണ്ട, സന്ധ്യ വരെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ രാത്രിയായപ്പോൾ ഇന്ത്യയുടെ അതിർത്തി ഗ്രാമങ്ങളിലേക്ക് വീണ്ടും വെടിവയ്പുണ്ടായി, സ്ഫോടനങ്ങളുണ്ടായി. ഇതെവിടെ നിന്ന് സംഭവിച്ചു? അപ്പോൾ പാക് ആർമി വീണ്ടും കരാർ ലംഘിച്ചു എന്നാണ് മനസ്സിലാകുന്നത്. ശരിക്കും പറഞ്ഞാൽ പാകിസ്ഥാൻ ആർമിയിൽ തന്നെ ഭീകരവാദികളായ, തീവ്രവാദികളായ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ട്. അവരെ ഭരണകൂടത്തിന് നിലയ്ക്ക് നിർത്താൻ കഴിയില്ല. ഇവരെ എപ്പോഴും നിയന്ത്രിക്കുന്നത് സൈനിക തലവന്മാരാണ്. അപ്പോൾ സൈന്യം തന്നെയാണ് അതിൽ നിന്ന് മികച്ച ആളുകളെ കണ്ടെത്തി ഭീകരവാദ ട്രെയിനിങ് ക്യാമ്പുകളിലേക്ക് എത്തിക്കുന്നത്. ഈ ലഷ്കർ തോയ്ബ, ലഷ്കർ, അതുപോലെ തന്നെ ജെയ്ഷെ മുഹമ്മദ് തുടങ്ങിയ ഭീകര സംഘടനകളിലേക്കൊക്കെ തന്നെ ഭീകരവാദികളെ ആർമിയിൽ നിന്ന് റിക്രൂട്ട് ചെയ്യപ്പെടുന്നു. ഇതുപോലുള്ള ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ അവർ തിരിച്ച് ആർമിയിലേക്ക് വരുന്നു. അപ്പോൾ ആർമി പറഞ്ഞാൽ പോലും കേൾക്കാത്ത മാനസികാവസ്ഥയുള്ളവരാണ് ഈ ഭീകരവാദികൾ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇവിടെ വെടിനിർത്തൽ കരാറെല്ലാം തന്നെ പാലിക്കപ്പെടണം എന്ന് നമ്മൾ ഇരു രാജ്യങ്ങളും തീരുമാനിക്കുമ്പോഴും ഇവർ അതിർത്തിയിൽ നിന്ന് വെടിവെക്കുന്നത്. കാരണം ഇവരുടെ ചിന്ത എന്ന് പറയുന്നത് നമ്മളെ തകർക്കുക, ഇന്ത്യയെ തകർക്കുക, ഇന്ത്യയെ ഇല്ലാതാക്കുക, ഈ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്ത്യ പറഞ്ഞു ഇനി ഞങ്ങൾക്കെതിരെ ഉണ്ടാകുന്ന ഓരോ പ്രകോപനവും ഞങ്ങൾക്കെതിരെയുള്ള യുദ്ധ പ്രഖ്യാപനമായിട്ട് കരുതും. വെടിനിർത്തൽ കരാർ ലംഘിച്ചു എന്ന് ഞങ്ങൾക്ക് തോന്നിയാൽ ഏകപക്ഷീയമായി കരാറിൽ നിന്ന് ഞങ്ങൾ പിന്മാറുകയും നിങ്ങൾക്ക് കനത്ത തിരിച്ചടി നൽകുകയും ചെയ്യും. ഇത് ശരിക്കും പാകിസ്ഥാനെ ഞെട്ടിച്ചു. കാരണം പഹൽഗാം സംഭവം ഉണ്ടായി 15 ദിവസം വരെ അടങ്ങിയിരുന്ന നമ്മൾ ഒറ്റ രാത്രി കൊണ്ടുണ്ടാക്കിയ നാശനഷ്ടം പാകിസ്ഥാൻ്റെ നട്ടെല്ല് തകർത്തു. 9 ഭീകരവാദികളുടെ കേന്ദ്രങ്ങളാണ്, മദ്രസ ഉൾപ്പെടെയുള്ള തീവ്രവാദ ട്രെയിനിങ് ക്യാമ്പുകൾ ഉൾപ്പെടെ നമ്മൾ തകർത്തത്. ലോകരാജ്യങ്ങളുടെ മുമ്പിൽ നമ്മൾ പറഞ്ഞു പാകിസ്ഥാനെ ഞങ്ങൾ ആക്രമിച്ചിട്ടില്ല, ഞങ്ങളുടെ പഹൽഗാമിൽ 26 പേരുടെ ജീവനെടുത്ത തീവ്രവാദികളെ പരിശീലിപ്പിച്ച കേന്ദ്രങ്ങളാണ് തകർത്തത്. ശരിയായിരുന്നു, ലഷ്കർ-എ തോയ്ബയുടെ, ജെയ്ഷെ മുഹമ്മദിൻ്റെയൊക്കെ തീവ്രവാദ ക്യാമ്പുകളാണ് തകർത്തത്. ഇതിനുശേഷം നമ്മൾ അടങ്ങിയിരുന്നപ്പോൾ പാകിസ്ഥാൻ തിരിച്ചടി തുടങ്ങി. ഈ തിരിച്ചടി എന്ന് പറയുന്നത് എന്താ? ചൈനയും തുർക്കിയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ നൽകിയ ആയുധങ്ങൾ ഉപയോഗിച്ച ഈ ചൈനയുടെ വിമാനത്തെ നമ്മൾ വെടിവെച്ചിട്ടു, ഡ്രോണുകളെ തകർത്തു. ഒറ്റ ദിവസം കൊണ്ട് ഏതാണ്ട് രാത്രിയിൽ ഏതാണ്ട് ഒരു 12 മണിക്കൂറിനുള്ളിൽ 300 ഡ്രോണുകൾ വരെ ഇന്ത്യൻ അതിർത്തിയിലേക്ക് അവർ അയച്ചു. എന്ന് പറഞ്ഞാൽ ഒരു യുദ്ധതന്ത്രം പോലും അല്ലാതെ തികച്ചും അവരുടെ ആവനാഴിയിലുള്ള ആയുധങ്ങൾ തീർക്കുന്ന നിലപാടാണ്. ഇതിനെ മുഴുവൻ നമ്മൾ തകർത്തത് S-400 പോലെയുള്ള ആകാശ് മിസൈൽ പോലെയുള്ള പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ചാൽ. അങ്ങനെ വലിയ തിരിച്ചടി കിട്ടിയപ്പോൾ പാകിസ്ഥാൻ ആകെ ഭയന്നു. മാത്രമല്ല ഇന്ത്യയുടെ ആശുപത്രികൾക്ക് നേരെ, സൈനിക ആശുപത്രികളുണ്ട്, അതുപോലെ തന്നെ ആരാധനാലയങ്ങൾ, സ്കൂളുകൾ, ജനവാസ കേന്ദ്രങ്ങൾ, ഇവർക്കൊക്കെ നേരെ ആക്രമണം നടത്തിയും സിവിലിയൻസിനെ കൊല്ലാനും ശ്രമം നടത്തിയപ്പോഴാണ് ഇന്ത്യ തിരിച്ചടി നടത്തിയത്. ഇന്ത്യ വൻതോതിൽ തിരിച്ചടി നടത്തിയ റഫേൽ യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചാണ്. പക്ഷേ ഇതൊന്നും തന്നെ അതിർത്തി കടന്നിട്ടല്ല, അതിർത്തിക്ക് ഇപ്പുറത്ത് നിന്നാണ്. അങ്ങനെ യുദ്ധം നടത്തി അല്ലെങ്കിൽ ആക്രമണം നടത്തിയ നമ്മൾ എന്ത് കേന്ദ്രങ്ങളൊക്കെയാണ് തകർത്തതെന്നതിൻ്റെ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. ഇത് വളരെ നിർണായകമാണ്. കാരണം നമ്മൾ ആക്രമണം നടത്തിയത് പാകിസ്ഥാൻ്റെ ആണവ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ ലക്ഷ്യം വെച്ചിട്ടാണ്. ഈ വിവരങ്ങൾ പുറത്തു വരുന്നില്ല. കാരണം 2 ആണവ രാജ്യങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുന്നു എന്നതാണ് ലോക രാജ്യങ്ങളെ ഭയപ്പെടുത്തിയ കാര്യം. ഇന്ത്യയുടെ അത്രയുമുള്ള ആണവായുധങ്ങളൊന്നും പാകിസ്ഥാൻ്റെ കയ്യിലില്ല. പക്ഷേ അവർ നിവർത്തികേട് കൊണ്ട് ഒരെണ്ണം എടുത്ത് ഉപയോഗിച്ചാൽ നമുക്ക് വലിയ ദോഷം ചെയ്യും. അതുകൊണ്ടാണ് അവരുടെ ആണവ ആയുധങ്ങളൊക്കെ സൂക്ഷിച്ച കേന്ദ്രങ്ങൾ, അവരുടെ അത്തരം പരീക്ഷണങ്ങൾ നടത്തുന്ന മേഖല ഇത് ലക്ഷ്യമിട്ടാണ് നമ്മൾ ആക്രമണം നടത്തിയത്. അതുകൊണ്ടാണ് ഈ ആക്രമണത്തിൻ്റെ വിവരങ്ങൾ ഇന്ത്യയോ പാകിസ്ഥാനോ ഇതുവരെയായിട്ടും പുറത്തുവിടാത്തത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ അവിടേക്കുള്ള വാട്ടർ, ഫുഡ് സപ്ലൈക്കൊക്കെ പഴയ പോലെ നിയന്ത്രണം ഏർപ്പെടുത്തി. ധന്യ നേരത്തെ പറഞ്ഞതുപോലെ സിന്ധു നദീജല കരാർ, അതിൽ നിന്ന് നമ്മൾ ഏകപക്ഷീയമായിട്ട് പിന്മാറിയിട്ടില്ല. നമ്മളിപ്പോഴും അത് ഫ്രീസ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. അവിടെ ഇപ്പോൾ ഇന്ധനമില്ലാത്ത അവസ്ഥയുണ്ട്. അപ്പോൾ ജനങ്ങൾ പതിയെ തെരുവിലിറങ്ങും എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്തതുപോലെയുള്ള ഒരു ആഭ്യന്തര കലാപം പൊട്ടിപ്പുറപ്പെടാം. പിന്നെ പാകിസ്ഥാനെ പിടിച്ചാൽ കിട്ടാത്ത ഒരവസ്ഥയിലേക്ക് അവർ കൂപ്പുമുത്തുവെന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അതെ, തീർച്ചയായിട്ടും. പ്രത്യേകിച്ച് പാകിസ്ഥാനിലെ സാധാരണക്കാർ യുദ്ധം ആഗ്രഹിക്കുന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ജനജീവിതം പ്രത്യേകിച്ച് പാകിസ്ഥാനിൽ ദുസ്സഹമാണ്. അത് ഭൂരിപക്ഷത്തിനായാലും ന്യൂനപക്ഷത്തിനായാലും. അപ്പോൾ അവർക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. സാമ്പത്തികമായി പാകിസ്ഥാൻ പിച്ചച്ചട്ടി എടുത്ത് നിൽക്കുന്ന അവസ്ഥയാണ്. അവശ്യ സാധനങ്ങൾക്ക് വില കൂടുന്ന സാഹചര്യമുണ്ട് പാകിസ്ഥാനിൽ. അപ്പോൾ പാക് ജനത ഒരിക്കലും, അവിടുത്തെ നല്ലവരായ ജനങ്ങൾ, പാകിസ്ഥാനിലെ ഈ മതം തലയ്ക്ക് പിടിച്ച് ഭ്രാന്തെടുത്ത് നടക്കുന്നവരല്ല പറയുന്നത്. ഉപജീവന മാർഗം, കൃഷി ഉൾപ്പെടെയുള്ള കാർഷിക മേഖലയിൽ ജോലി ചെയ്തുകൊണ്ട് ഉപജീവന മാർഗമൊക്കെ നടത്തുന്ന ആളുകളുണ്ട്. അവർ ഒരിക്കലും യുദ്ധം ആഗ്രഹിക്കുന്നില്ല. ഈ ഒരു യുദ്ധം വരുമ്പോൾ ആ ജനത, പാകിസ്ഥാനിലെ ജനതയ്ക്കുണ്ടാകുന്ന, പ്രത്യേകിച്ച് സാമ്പത്തികമായി താഴ്ന്നു കിടക്കുന്ന പാകിസ്ഥാനിലെ നല്ലവരായ പാക് ജനതയ്ക്കുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട്, ഇതൊക്കെ ഇന്ത്യ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കിതിലെ അഭിമാനകരമായ കാര്യം. കാരണം ഇന്ത്യ ആക്രമിച്ചത് അവിടുത്തെ സിവിലിയൻസിനെ അല്ല, അവിടുത്തെ പട്ടാളക്കാരെ അല്ല, അവിടുത്തെ ഭരണകൂടത്തെ അല്ല,
അവിടുത്തെ മദ്രസകളെ അല്ല. ഇന്ത്യ ആക്രമിച്ചത് അവിടുത്തെ ഭീകര താവളങ്ങളെയാണ്. ഈ ഭീകര താവളങ്ങളെ ഇന്ത്യ ലക്ഷ്യമിട്ടതിനാണ് പാക് ഇന്ത്യക്കെതിരെ ഒരു പ്രകോപന നടപടിയുമായി രംഗത്ത് വന്നത്. അപ്പോ ഭീകരരെ പാകിസ്ഥാൻ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്, അവർ എത്രത്തോളം പാകിസ്ഥാന് വലുതാണ് എന്നുള്ളത് ആ ഒരൊറ്റ പാകിസ്ഥാൻ ആക്രമണത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പാകിസ്ഥാൻ എപ്പോഴും പറയുന്നത് നമുക്ക് 130 ആണവായുധങ്ങളുണ്ട്, ഞങ്ങളെടുത്ത് ഇതങ്ങ് ഇന്ത്യയിലേക്ക് പ്രയോഗിക്കും, ഞങ്ങളുടെ അവസാന കച്ചിത്തുരുമ്പ് അതാണ്, ഞങ്ങൾ അത് ചെയ്തിരിക്കും എന്ന് പാകിസ്ഥാൻ ഇന്ത്യയെ പലപ്പോഴും ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് ഇന്ത്യ ഒരു നിലപാട് എടുത്തു കാണും, നമുക്കറിയില്ല. കാരണം ഇതൊക്കെ സൈന്യത്തിന്റെ കാര്യങ്ങളാണ്, ചില മാധ്യമങ്ങൾ എഴുതുന്ന റിപ്പോർട്ടുകളാണ്, സത്യമാണോ എന്ന് നമുക്കറിയില്ല. ഈ പാകിസ്ഥാന്റെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇന്ത്യ ആക്രമണം നടത്തിയത് എന്ന് പറയുന്നുണ്ട്. അതങ്ങനെയാണ് എങ്കിൽ തീർച്ചയായും നല്ല കാര്യമാണ്. കാരണം ഇനി ഈ ആണവായുധങ്ങൾ വെച്ച് ഈ രാജ്യം മറ്റുള്ളവരെ ഭയപ്പെടുത്താനോ ഭീകരവാദം നടത്താനോ പാടില്ല എന്നുള്ളതാണ്. ഇപ്പോ അവിടെ 1 കിലോ നെയ്ക്ക് തന്നെ 2865 രൂപ എന്ന് പറയുന്നു, പഞ്ചസാരയ്ക്ക് 600 രൂപ എന്ന് പറയുന്നു, ജലം കിട്ടാനില്ല എന്ന് പറയുന്നു, അവശ്യ സാധനങ്ങൾക്കെല്ലാം വില കൂടി എന്ന് പറയുന്നു, കാർഷിക മേഖല വെള്ളം കിട്ടാതെ വരൾച്ചയിലേക്ക് പോകുന്നു എന്ന് പറയുന്നു. അപ്പൊ പാകിസ്ഥാനെ ഉയർത്തെഴുന്നേൽപ്പില്ലാത്ത അവസ്ഥയിലേക്ക് ഒരു ചെറിയ ആക്രമണം പോലും പാകിസ്ഥാനെ കൊണ്ടുപോയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോ ഇന്ത്യ അറിഞ്ഞൊന്നടിച്ചാൽ പാകിസ്ഥാന്റെ അവസ്ഥ എന്താകും എന്ന് ആലോചിച്ച് സത്യം ചില സമയങ്ങളിൽ നമുക്ക് പാകിസ്ഥാനെ ഓർത്താണ് സങ്കടം തോന്നുന്നത്. കാരണം അവിടുത്തെ ഭരണകൂടവും പട്ടാളക്കാരും ഭീകരരും ചേർന്ന് ആ രാജ്യത്തെ നശിപ്പിച്ച് കുളം തോണ്ടി വെച്ചിരിക്കുകയാണ്. അത് അനുഭവിക്കുന്നത് സാധാരണ ജനങ്ങളുമാണ്. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയുടെ ഈ ആവനാഴിയിലെ ആയുധങ്ങളുടെ 10% പോലും എടുത്ത് നമ്മൾ ഉപയോഗിച്ചില്ല. നമ്മൾ അതിനെ പ്രതിരോധിക്കുക ചെയ്തേ. കാരണം പാകിസ്ഥാൻ തുടർച്ചയായിട്ട് ഡ്രോൺ ആക്രമണം നടത്തി. ഈ ഡ്രോൺ ഒക്കെ നൽകുന്നത് സ്വാഭാവികമായും തുർക്കി ഉൾപ്പെടെയുള്ള രാജ്യങ്ങളാണ്. ചൈന മാത്രമാണ് പ്രത്യക്ഷത്തിൽ അവരെ സഹായിച്ചത്. അങ്ങനെയുള്ള ആ രാജ്യത്തിൻ്റെ ആക്രമണങ്ങളെ പ്രതിരോധിക്കുന്നതിനപ്പുറത്തേക്ക് നമ്മളൊരു ആക്രമണം നടത്തിയിരുന്നെങ്കിൽ പാകിസ്ഥാൻ എങ്ങനെ അതിനെ തരണം ചെയ്യാൻ കഴിയും? ഇപ്പോൾ തന്നെ അവിടുത്തെ സമ്പദ് വ്യവസ്ഥയെ പൂർണ്ണമായും തകർത്തതുകൊണ്ടാണ് 10,000 കോടി രൂപയുടെ സഹായം അവർ ചോദിച്ചത്. അപ്പോൾ IMFിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഇന്ത്യ പ്രഷർ ചെലുത്തിയിരുന്നു. ഈ പൈസ അവർ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത്. ഒടുവിൽ ഇപ്പോൾ IMF ആ പൈസ കൊടുക്കാൻ തയ്യാറായി. ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത് അമേരിക്കയും ജപ്പാനും അതുപോലെ തന്നെ ഫ്രാൻസും ഇംഗ്ലണ്ടും ഒക്കെ ഉള്ള രാജ്യങ്ങളാണ് ഈ IMFിൻ്റെ ഫണ്ട് റൈസർ എന്ന് പറയുന്നത്. അവർ കുറച്ച് സഹായം ഈ പാകിസ്ഥാന് കൊടുത്തത് പാകിസ്ഥാൻ ഒരു തീവ്രവാദ രാജ്യമായി നിലകൊള്ളേണ്ടത് അവരുടെ ആവശ്യമാണ്. കാരണം ലോകത്ത് നടന്ന പല തീവ്രവാദ ആക്രമണങ്ങൾക്കും പാകിസ്ഥാനെ ഇവർ ഉപയോഗപ്പെടുത്തിയെന്ന് പാക് പ്രതിരോധ മന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ പാകിസ്ഥാന് ഈ പൈസയൊക്കെ കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അവിടെ ഒരു ആഭ്യന്തര കലാപം ഉണ്ടാകും. അപ്പോൾ ബലൂചിസ്ഥാൻ പോലെയുള്ള മേഖലയിൽ ആ ബലൂജ് മേഖല സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്നു. അവിടുത്തെ ജനങ്ങൾ വലിയ കലാപമായിട്ട് രംഗത്തിറങ്ങുന്നു. സ്വാഭാവികമായിട്ടും ലാഹോറിലെ, പഞ്ചാബിലെ, സിന്ധിലെയൊക്കെ ജനങ്ങൾ ഭക്ഷണം കിട്ടിയില്ല, ഇന്ധനം കിട്ടിയില്ല എന്ന് പറയുന്ന കലാപത്തിലേക്ക് ഇറങ്ങിയാൽ അതിനെ ഒന്ന് ശമിപ്പിക്കാൻ പാകിസ്ഥാന് പണം വേണം. അതുകൊണ്ടാണ് ഈ പൈസ ചോദിച്ചത്. അപ്പോൾ ഈ പൈസ കൊടുത്താൽ നിലവിൽ നട്ടലൊടിഞ്ഞു കിടക്കുന്ന പാകിസ്ഥാന് താൽക്കാലികമായ ഒരു പരിഹാരം കിട്ടും. ഇപ്പോൾ ഇന്ത്യൻ ആക്രമണത്തിൽ കുറേ പള്ളികൾ, മദ്രസകൾ, സൈനിക കേന്ദ്രങ്ങൾ, അതുപോലെ തന്നെ ഭീകരവാദികളുടെ പരിശീലന കേന്ദ്രങ്ങൾ ഈ തകർന്നതിൻ്റെ ദൃശ്യങ്ങളല്ലേ പുറത്തു വന്നുള്ളൂ. ഇതിനപ്പുറത്തേക്ക് റോഡുകളും പാലങ്ങളും ഉൾപ്പെടെ വൻ നാശനഷ്ടം പാകിസ്ഥാനുണ്ടായി. ഇത് പുനർനിർമ്മിച്ചില്ലെങ്കിൽ പാകിസ്ഥാന് പറ്റില്ല. ഇപ്പം വാഹനം പോകണമെങ്കിൽ പാലവും റോഡും വേണം, അല്ലേ? ജനങ്ങൾക്ക് പുറത്തേക്ക് പോയി സാധനം വാങ്ങണമെങ്കിൽ മാർക്കറ്റ്, കച്ചവട സ്ഥാപനങ്ങൾ വേണം. വ്യാപാര കേന്ദ്രങ്ങളൊക്കെ തകർന്നിട്ടുണ്ട്. അപ്പോൾ വ്യാപാരം നടത്തിയിരുന്ന ആളുകൾ മുഴുവൻ തകർന്ന് തരിപ്പണമായാൽ അവർ വീണ്ടും കച്ചവടം ആരംഭിക്കാൻ പൈസ വേണം, ലോൺ വേണം. ഇതിനൊക്കെ തന്നെ പാകിസ്ഥാൻ്റെ പണമില്ല. അപ്പോൾ സമ്പദ് വ്യവസ്ഥയെ പൂർണ്ണമായിട്ടും തകർന്നു നിൽക്കുകയും അവരുടെ വ്യോമ കേന്ദ്രങ്ങളെ നമ്മൾ തകർക്കുകയും ചെയ്തു. ഇവിടെയാണ് നമ്മളുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അതായത് ഇന്ത്യ ആക്രമിച്ചത് പാകിസ്ഥാൻ്റെ വ്യോമ കേന്ദ്രങ്ങളെയാണ്. അതായത് വിമാനങ്ങളെയൊന്നും നമ്മൾ തകർത്തില്ല, പക്ഷേ വിമാനങ്ങൾ വന്ന് നിൽക്കേണ്ട സ്ഥലങ്ങൾ, അതിനുവേണ്ട മെയിൻ്റനൻസ് നടത്തേണ്ട സ്ഥലങ്ങൾ, ബാക്കി സൗകര്യങ്ങൾ ഇതെല്ലാം തകർത്തു. എന്ന് പറഞ്ഞാൽ ഇനിയും ഒരു 3-4 വർഷം കൊണ്ടേ ഈ ആർമി ബേസുകളെ തിരിച്ചു പിടിക്കാൻ പാകിസ്ഥാന് കഴിയുള്ളൂ. അപ്പം നമ്മൾ വളരെ കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള ആക്രമണമാണ് നടത്തിയത്. ഒരു തിരക്കഥ രചിച്ച് ആ തിരക്കഥയ്ക്കനുസരിച്ച് നമ്മൾ എവിടെയൊക്കെ ആക്രമണം നടത്തണം അവിടെയൊക്കെ ആക്രമണം നടത്തി. തഹാവൂർ റാണയിൽ നിന്ന് കിട്ടിയ കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മളൊരു സ്കെച്ച് തയ്യാറാക്കി ലൊക്കേഷൻ മാപ്പ് അടിസ്ഥാനത്തിലാണ് നമ്മളുടെ മിസൈൽ ആക്രമണം നടത്തിയത്. അപ്പോൾ നമ്മളുടെ പ്ലാനിങ് വളരെ കൃത്യമാണ്. ഇത്തരത്തിലൊരു ആക്രമണം ഇനി ഞങ്ങൾ തുടരും. എങ്ങനെയാണ്? നിങ്ങൾ ഈ പറയുന്ന വെടിനിർത്തൽ കരാർ ലംഘിച്ചാൽ, അപ്പോൾ വെടിനിർത്തൽ കരാർ ലംഘിക്കും എന്നുള്ളതിൻ്റെ സൂചനകൾ പുറത്തു വരുന്നുണ്ട്. കാരണം ഈ തീവ്രവാദികൾ പലരും പാകിസ്ഥാൻ പറയുന്നത് കേൾക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ വരും ദിവസങ്ങളിലും രാത്രിയിൽ ഇത്തരത്തിലുള്ള ആക്രമണം ഉണ്ടായാൽ അതിനെ യുദ്ധപ്രഖ്യാപനമായി ഇന്ത്യ എടുക്കുകയും ശക്തമായ തിരിച്ചടി നൽകുകയും ചെയ്യും. ഇതാണ് ഇന്ത്യയുടെ നീക്കം. കാരണം ഈ വെടിനിർത്തൽ കരാറിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ടൊരു വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ ഇന്ത്യൻ സൈനികരുടെ മുഖത്ത് ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല. വിദേശകാര്യ സെക്രട്ടറിയുടെ മുഖത്ത് ഒരു സന്തോഷമുണ്ടായിരുന്നു.
ഉണ്ടായിരുന്നില്ല. കാരണം നമ്മൾ വിചാരിച്ചതുപോലെ പൂർണ്ണമായ ലക്ഷ്യം നടപ്പാക്കുന്നതിന് മുമ്പ് തന്നെ വെടിനിർത്തൽ വേണ്ടി വന്നു. ഇതിൻ്റെ കാര്യം പാക് സമ്പദ് വ്യവസ്ഥ, പാക് ജനതയുടെ ജീവിതം ഇതെല്ലാം ദുസ്സഹമായി മാറിയെന്ന് ലോക രാജ്യങ്ങൾ, പ്രത്യേകിച്ച് അമേരിക്ക ഉൾപ്പെടെ നമ്മളെടുത്ത് പറയുകയാണ്. അവർ കാല് പിടിക്കുന്നുണ്ട്, നിങ്ങൾ സഹായിക്കണം. കാരണം ഇനിയും അങ്ങോട്ടേക്ക് പോയാൽ ലോക രാജ്യങ്ങൾക്ക് മുമ്പിൽ പിച്ചച്ചട്ടി എടുക്കി നിൽക്കുന്ന ഒരു പാകിസ്ഥാനെ ആയിരിക്കും കാണാൻ കഴിയുക. മാത്രമല്ല അവിടുത്തെ ജനങ്ങൾ ഒരു ആഭ്യന്തര കലാപവുമായിട്ട് രംഗത്തേക്ക് ഇറങ്ങിയാൽ അത് വലിയ പ്രശ്നങ്ങൾ ലോക രാജ്യങ്ങൾക്കും സൃഷ്ടിക്കും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യ ഈ സമ്മർദ്ദം ചെലുത്തിയത്. ഇനി മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. ഇന്ത്യ ഇപ്പോൾ ഇത്തരത്തിൽ കൂടുതൽ യുദ്ധത്തിലേക്ക് പോയാൽ നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ അത് ബാധിക്കും. നമ്മൾ GDP-യിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നു. ലോകത്തെ 5ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയിൽ നിന്ന് 3ാമത്തെ സമ്പദ് വ്യവസ്ഥയിലേക്ക് കുതിക്കുന്നു. അതിനെ പിന്നോക്കം പിടിക്കുന്ന ഒരു നിലപാടുണ്ടാകുന്നത് കൊണ്ടാണ് നിലവിലുള്ള ഭരണകൂടം പറയുന്നത് ശരി, പാകിസ്ഥാൻ പറഞ്ഞത് നമ്മൾ കേൾക്കുന്നു, അവർക്ക് വേണ്ടി നമ്മൾ താൽക്കാലികമായി വെടിനിർത്തൽ നടത്തുന്നു. പക്ഷേ എപ്പോഴെങ്കിലും ഒരു ഭീകരവാദ ആക്രമണമോ എപ്പോഴെങ്കിലും അതിർത്തിയിലുള്ള കടന്നുകയറ്റമോ ഉണ്ടായാൽ അതിനെ ഞങ്ങൾ യുദ്ധപ്രഖ്യാപനമായി കാണുമെന്നും നിങ്ങൾക്ക് വമ്പൻ തിരിച്ചടി നൽകുമെന്നും പറയുന്നുണ്ട്. ഒപ്പം അവിടേക്കുള്ള ഫുഡ്, വാട്ടർ തുടങ്ങിയവയുടെ സപ്ലൈക്ക് ഇപ്പോഴും ഇന്ത്യ ഏർപ്പെടുത്തിയ ആ നിയന്ത്രണം ഉണ്ടല്ലോ അത് അതുപോലെ നിലനിർത്തുന്നുണ്ട്. സിന്ധു നദീജല കരാർ ഫ്രീസ് ചെയ്ത് നിർത്തിയിരിക്കുന്നു. കാർഷിക മേഖലയെ തകർക്കുന്ന രീതിയിലുള്ള പ്രവണതകളും പ്രവർത്തനങ്ങളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നു. വേൾഡ് ബാങ്ക് പോലും ഇക്കാര്യത്തിൽ ഇടപെടില്ല എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. അതുകൊണ്ട് പാകിസ്ഥാൻ അവിടെ വെടിനിർത്തൽ കരാർ ലംഘിച്ചു എന്നുള്ളത് നമ്മൾ ഉറപ്പിച്ചു. പക്ഷേ ഇന്ത്യ കൊടുത്ത മറുപടി അവരുടെ ആണവ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ തകർത്തുകൊണ്ടാണ്. അതിൻ്റെ വിവരങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ പുറത്തു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.